സിനിമ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഈ പടവും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൂ. ഒരുപാട് പേർക്ക് പണി ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ ഗിരിയേട്ടന് മാത്രമാണോ പണി 2 വരുന്നത്? വേറെ കഥാപാത്രങ്ങൾ ഗിരി എന്ന് പറഞ്ഞ ആളേ ഇല്ല. അപ്പൊ ഇവിടെ കാണുന്നത് ചെന്നൈ പോയിട്ടാണോ കാണുന്നത് അതോ ഞങ്ങളെ ചെന്നൈയിലായിരിക്കും? പുട്ടുംകടല ആരോഗ്യത്തിന്റെ രഹസ്യം പുട്ടുംകടല ബീഫ് ചോദിച്ചിട്ട് അതുപോലെ തന്നെ ഈ പണി തുടങ്ങുമ്പോ എല്ലാരും ചോദിക്കുന്നത് ഈ വില്ലന്മാരെ കുറിച്ചാണ്. സാഗർ ജുനൈസിനെ വെല്ലുന്നൊരു വില്ലന്മാരാണ് എല്ലാരും പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സാധാരണ ഒരു ഫസ്റ്റ് പാർട്ടി എടുത്ത് സെക്കൻഡ് പാർട്ടിക്ക് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ളവർ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യുമ്പോൾ ഇത് സാധാരണ നോർമലി ഫസ്റ്റ് പാർട്ട് 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞിട്ട് ചിലവരാണ് സെക്കൻഡ് പാർട്ട് തുടങ്ങാറ്. പെട്ടെന്ന് ഇത് ഓൾറെഡി പ്ലാനിലുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഞാനത് ആദ്യം ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ചെയ്ത് തുടങ്ങി അതിൻ്റെ ഒരു എഡിറ്റിലിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ജോണറിലുള്ളൊരു 2 പടം കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ പടങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ആ 2 പടങ്ങളുടെ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിലുള്ളതാണ്. അപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരുവിധപ്പെട്ട കാസ്റ്റിങ്ങും ഒരുവിധപ്പെട്ട ഒരു 2 ഡ്രാഫ്റ്റ്സൊക്കെ എഴുതി കഴിഞ്ഞ ഒരു പടമാണ്. പക്ഷെ അത് കഴിഞ്ഞ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ അത് മാത്രമല്ല, ആ സിനിമ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഈ പടവും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൂ. ഒരുപാട് പേർക്ക് പണി ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേർക്ക് അത് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരിക്കില്ല. അത് ഇഷ്ടപ്പെട്ടവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അത് വേറെ കഥാപാത്രങ്ങൾ, വേറെ കഥ, വേറെ അപ്പോൾ തൃശ്ശൂർ കഥാപശ്ചാത്തലമല്ല ഒന്നുമില്ല. പണി ഞാൻ പറഞ്ഞില്ലേ, പണി എന്നുള്ള ആ സിനിമയിൽ നിന്ന് അതിൻ്റെ ഒരു കണ്ടന്റ് ഞാൻ എടുക്കുന്നുണ്ട്. ആ സിനിമ ആ ഒരു ജോണർ പണിയുടെ സിനിമയുടെ ഒരു ജോണർ ഉണ്ടല്ലോ. നമുക്ക് എന്താണോ സിനിമ കണ്ടപ്പോൾ തോന്നിയ അങ്ങനത്തെ ആ ജോണറിലാണ് എൻ്റെ 2 സിനിമകൾ അടുത്തത് വരുന്നത്. അത് ഞാൻ ബാക്ക് ടു ബാക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. എൻ്റെ ഇപ്പോഴത്തെ ഒരു കമ്മിറ്റ്മെന്റ്സ് കഴിഞ്ഞാൽ ഞാൻ നേരെ ആ 2 പടങ്ങൾ നിലവിൽ 3 ഫിലിം പ്ലാനിങ് ഉണ്ട്. ആ 3ഉണ്ട്. ആ 3ൻ്റെയൊക്കെ ഓൾമോസ്റ്റ് കാസ്റ്റിങ്ങും പരിപാടികളൊക്കെ ഞാനിങ്ങനെ ഹാൻഡ് പിക്ഡായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതായത് കണ്ടുമുട്ടുന്ന ആളുകളിൽ നിന്ന് കാസ്റ്റിങ്ങുകൾ എടുത്ത് എനിക്ക് രൂപങ്ങൾ ഭയങ്കര ആവശ്യമാണ്. അപ്പം അതൊക്കെ ഒരുവിധപ്പെട്ട രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി നടക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പണി 2 കാസ്റ്റ് ചെയ്യുമ്പോഴാണ്. അല്ല അപ്പൊ ഗിരിയേട്ടന് മാത്രമാണോ പണി 2 വരുന്നത്? വേറെ കഥാപാത്രങ്ങൾ ആളേ ഇല്ല. അപ്പൊ പുതിയ നായകനാണ്. ഒന്നുമില്ല. അത് ആ ഒരു ജോണർ മാത്രമാണ് റിപ്പീറ്റ് ചെയ്തത്. മറ്റു സിനിമ ഒരു കഥാപാത്രങ്ങളെയും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കഴിഞ്ഞു. എക്സാക്ട് ഡിസംബറിൽ തന്നെയാണോ ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത്? ഞാൻ എൻ്റെ അഭിനയത്തിന്റെ പരിപാടി കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ എടുക്കുക. ഈ ജോണർ എങ്ങനെ ത്രില്ലറാണ് വരുന്നത്? ജിത്തു സാറിന്റെ കൂടെ ഇതോ? ഇത് ഇതൊന്നും ഞാൻ പറയാൻ പാടില്ല. അല്ല ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രില്ലറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല ജോയിച്ചേട്ടൻ പറഞ്ഞു. ജോയിച്ചേട്ടനെ അതുകൊണ്ട് ചോദിച്ചു. അത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണം. അല്ല ജോയിച്ചേട്ടൻ എന്താ പറയണ? നല്ല രസമുള്ള സ്ക്രിപ്റ്റാണ്, നല്ല രസമുള്ള പടമാണ്. അതായത് അദ്ദേഹം വേറൊരാളുടെ സ്ക്രിപ്റ്റ് എടുത്ത് ചെയ്യുമ്പോൾ അത്ര ഷുവർട്ടി ഇല്ലാത്തൊരു പടം ചെയ്യും. അദ്ദേഹം സ്വന്തമായിട്ട് എഴുതി വലിയ ഹിറ്റുകൾ സമ്മാനിച്ചുള്ള ഡയറക്ടറാണ് ചെയ്യുന്നത്. അപ്പം അതൊരു വേറൊരാളുടെ ഒരു സ്ക്രിപ്റ്റ് എടുക്കുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ പുള്ളിക്ക് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതും ആ സിനിമയ്ക്ക് വളരെ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ആ സിനിമ എടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ബിജുവേട്ടൻ്റെ കൂടെ നിങ്ങൾ ചെയ്യുന്നതും ഒരു രസമുള്ള ഒരു കാര്യമാണ്. കാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര രസമുള്ള പടമാണ്. ഈ സാധാരണ ആക്ടിങ്ങും ഡയറക്ഷനും എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഡയറക്ഷൻ ഭയങ്കര പ്രഷർ പിടിച്ച പരിപാടിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇപ്പോൾ ജോയിച്ചേട്ടൻ തന്നെ ഫസ്റ്റത്തെ പണി കഴിഞ്ഞിട്ട് സഡൻലി തന്നെ സെക്കൻഡിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ എന്താണ് ഇതിന് കിട്ടുന്ന ഒരു ഇത്? ഇപ്പോൾ ആക്ടിങ്ങിനായിട്ട് കൂടുതൽ ഇപ്പോൾ താല്പര്യം ഡയറക്ഷനിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അഭിനയമാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ ഇതൊക്കെ നടക്കണതല്ലേ. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത പരിപാടികളൊന്നുമല്ല. അങ്ങനെ ഒരു കഥ വരുന്നു, കഥ കിട്ടുന്നു, അപ്പോൾ അത് ചെയ്യാമെന്ന് തോന്നുന്നു. സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ യൂസ് ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ദൈവമായിട്ട് കൊണ്ടുവരുന്ന എല്ലാ അവസരങ്ങളെയും നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതൊക്കെ നടക്കുമോ നടക്കില്ലെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. എല്ലാം ട്രൈ ചെയ്യുക. കിട്ടുന്ന അവസരങ്ങൾ അതൊരു കാര്യമുണ്ട്. അവസരം കിട്ടിയിട്ട് ഗോളടിക്കാം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് കിട്ടുന്ന അവസരങ്ങളിൽ ഗോളടിക്കുന്നത്. ഓക്കെ. അപ്പോൾ തഗ് ലൈഫിൽ എന്തായാലും നെറ്റിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. തഗ് ലൈഫ്
വിളിച്ചടക്കും. രാ- ഇനിയിപ്പോ പുട്ടും കടലയും കഴിക്കാൻ പോവാ. പുട്ടും കടല ആരോഗ്യത്തിന്റെ രഹസ്യം പുട്ടും കടല. എന്റെ ആ ബീഫ്. ബീഫ്. ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ. പോട്ടെ. നല്ല മഴയാ. എന്ത് പറഞ്ഞാലും ജീവിതത്താണ് വെറുതെ പിടിച്ചത് അങ്ങനെയാ പ്ലാൻ. എത്ര ദിവസത്തെ ഷെഡ്യൂളാണ് ചേട്ടാ? ചേട്ടാ എത്ര ദിവസത്തെ ഷെഡ്യൂളാണ്? ഒന്നും പറയാനില്ല. തീരുമ്പോ തീരും. പണി മണ്ണിനെക്കാട്ടും വലുതായിരിക്കും എന്തായാലും പണിക്കൂ. ഒന്നും അറിയില്ല. നല്ല പടമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പണി വണ്ണിത്തെ ഒരു പണി ഇഷ്ടപ്പെട്ടവർക്ക് ആ പടം ഇഷ്ടം. അതായത് പണി വണ്ണിത്തെ ഒരു ക്ലൈമാക്സ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ പണി 2 അതിനെ വലിയൊരു ഒരു ക്ലൈമാക്സ് സാറ്റിസ്ഫാക്ഷൻ കാണാൻ പറ്റുമോ? അങ്ങനൊന്നും ചിന്തിച്ചില്ല. അത് വേറെ കഥ, ഇത് വേറെ കഥ, അങ്ങനെയുള്ളതല്ലേ. തഗ്ലൈഫ് നന്നായിരിക്കും. അത് ആരൊക്കെയാ? ശ്രീകർ പ്രസാദ്, AR റഹ്മാൻ, രവി കെ ചന്ദ്രൻ, കമലഹാസൻ, മണിരത്നം, ഇത്രയും വലിയ ആൾക്കാർ വരുമ്പോ എന്തായാലും വെറുതെ ആവും. എനിക്ക് കിട്ടിയ നല്ല അടിപൊളികളാണ്. ഒരു നിങ്ങള് ആരുടെ കൂടെ കാണുന്നത്? ചെന്നൈ പോയിട്ടാണോ കാണുന്നത് അതോ ഞങ്ങളെ ചെന്നൈയിലായിരിക്കും. ചെന്നൈയിലായിരിക്കും. കമലഹാസൻ ചെന്നൈയിലായിരിക്കും. ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കാം. പോട്ടെ. ഓക്കെ ഓക്കെ താങ്ക് യു.